ഹലോ എവ്രി വൺ. വിക്ടേഴ്സ് ചാനലിൽ +1 ഹിസ്റ്ററി 4-ാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത ആദ്യത്തെ ടോപ്പിക് വേർ വാസ് ദ ഹ്യൂമൻ ഒറിജിൻ, മനുഷ്യൻ്റെ ഉത്ഭവം, മോഡേൺ ഹ്യൂമൻസിൻ്റെ ഉത്ഭവം ഏതായിരുന്നു, അതിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, പ്ലേസ് എന്ന് പറയുന്നത് എന്നതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡിസ്കഷൻ. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനോട് ബേസ് ചെയ്തിട്ട് നമ്മൾ 2 ടൈപ്പ് ഓഫ് വ്യൂസ് പഠിച്ചു. ഒന്നാമത്തെ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും രണ്ടാമത്തെ റീപ്ലേസ്മെൻറ്റ് മോഡലും. റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലിൽ മൾട്ടിപ്പിൾ റീജിയൻസ് ഓഫ് ഒറിജിൻ ആണ്. ഒരു സ്ഥലത്തല്ല, ഒരു ലോകത്ത് ആകമാനം പരന്നു കിടക്കുന്ന സ്പോട്ടുകളിലാണ് മനുഷ്യൻ മോഡേൺ ഹ്യൂമൻ ഒറിജിനേറ്റ് ചെയ്തത് എന്നതാണ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലിൽ പറയുന്നത്. ആർക്കൈക് ഹോമോസാപ്പിയൻസ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഗ്രാജുവലി ഇവോൾവ്ഡ് ഇൻ ടു മോഡേൺ ഹ്യൂമൻസ്. പണ്ടത്തെ ഹോമോസാപ്പിയൻസ് ആണ് പിന്നീട് മോഡേൺ ഹ്യൂമൻസിൻ്റെ രൂപത്തിലേക്ക് ഗ്രാജുവലി ഇവോൾവ് ചെയ്തത് എന്നാണ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലിൽ പറയുന്നത്. ഇന്നത്തെ മനുഷ്യരിലുള്ള ഡിഫറൻസസ്, ഫീച്ചേഴ്സ് എല്ലാം ഓരോ റീജിയനിൽ ഇവർ ഡെവലപ്പ് ചെയ്ത് വന്നതുകൊണ്ടാണ് ആ ഒരു ഫീച്ചേഴ്സ് പ്രസൻ്റ് ആയിരിക്കുന്നത് എന്നാണ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മനുഷ്യരിലുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡിഫറൻസസ് പല ഹോമോ സ്പീഷീസും മോഡേൺ ഹ്യൂമൻസിലേക്ക് ഇവോൾവ് ആയപ്പോൾ ഡിഫറെൻറ്റ് റീജിയൻസിൽ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ഹോമോ ആണ്. അപ്പോൾ ആ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ഹോമോ മോഡേൺ ഹ്യൂമൻസിലേക്ക് ഡെവലപ്പ് ആയപ്പോൾ വന്ന ഡിഫറൻസസ് ആണ് നമുക്ക് ഓരോ റീജിയൻസിലും ഡിഫറൻസസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് എന്നാണ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലിൽ പറയുന്നത്. അപ്പോൾ ഈ 4 ഫീച്ചേഴ്സാണ്, ഈ 4 ഫാക്ടേഴ്സാണ് നമ്മൾ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലിൽ നോക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റീപ്ലേസ്മെൻറ്റ് മോഡൽ. റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലിൽ നേരെ വിപരീതമായിട്ട് റീപ്ലേസ്മെൻറ്റ് മോഡലിൽ ഒരൊറ്റ പോയിൻ്റാണ് അല്ലെങ്കിൽ പ്ലേസ് ആണ് ഒറിജിൻ ഓഫ് ഹ്യൂമൻ നടന്നത് എന്നാണ് റീപ്ലേസ്മെൻറ്റ് മോഡലിൽ പറയുന്നത്. സിംഗിൾ ഒറിജിൻ ഇൻ ആഫ്രിക്കയിലാണ് മോഡേൺ ഹ്യൂമൻസിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഉത്ഭവം എന്നാണ് റീപ്ലേസ്മെൻറ്റ് മോഡലിൽ പറയുന്നത്. ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെയാണ് ഓൾഡർ ഫോംസ് ഓഫ് ഹ്യൂമൻ മോഡേൺ ഹ്യൂമൻസ് ആയിട്ട് റീപ്ലേസ് ആയത് എന്നാണ് ഈ ഒരു മോഡലിൽ, ഈ ഒരു വ്യൂവിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരും പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഫിസിക്കലായിട്ടുള്ള ഡിഫറൻസസ് അത് ഓരോ റീജിയനിലും ഈ ഹ്യൂമൻസ് വന്ന് അവിടെ സെറ്റിൽ ചെയ്യുമ്പോൾ അങ്ങനെ വന്ന ആ ഒരു ക്ലൈമറ്റിനോട് അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റാറ്റിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ് ഇന്ന് നമ്മൾ കാണുന്ന ഹ്യൂമൻസ് അല്ലെങ്കിൽ മോഡേൺ ഹ്യൂമൻസ് തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഒറിജിൻ, ഹ്യൂമൻ ഒറിജിനെ പറ്റി പഠിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പഴയ കാലങ്ങളിൽ ആർക്കൈക് ഹ്യൂമൻസ് എങ്ങനെയാണ് ഭക്ഷണം ഒബ്റ്റെയിൻ ചെയ്തിരുന്നത്. അതിന് നമ്മൾ 4 വഴികളാണ് പഠിക്കുന്നത്. ഒന്നാമത്തത് ഗ്യാതറിങ്, രണ്ടാമത്തത് സ്കാവെഞ്ചിങ്, മൂന്നാമത്തത് ഫിഷിംഗ്, നാലാമത്തത് ഹണ്ടിങ്. ഇതിൽ ഗ്യാതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീഡ്സ്, നട്ട്സ്, ബെറീസ്, ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ്, റൂട്ട്സ് ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്യാണ്. ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ കാട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ ലൈക്ക് ഫ്രൂട്ട്സ് കളക്ട് ചെയ്യും, അതുപോലെ തന്നെ നട്ട്സ് കളക്ട് ചെയ്യും, സീഡ്സ്, ലീവ്സ് ഇതെല്ലാം ഫുഡിന് വേണ്ടി കളക്ട് ചെയ്യുന്ന ഇതാണ് ഈ ഗ്യാതറിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം വളരെ വ്യാപകമായിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടി വളരെ വ്യാപകമായിട്ട് നടന്നിരുന്ന ഒരു പ്രോസസ്സായിരുന്നു പണ്ട് കാലങ്ങളിൽ ഗ്യാതറിങ്. ഇന്നും നമ്മുടെ പ്രസൻറ്റ് മോഡേൺ സൊസൈറ്റിയിലും ഗ്യാതറിങ് നടന്നു വരുന്നുണ്ട്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കാവെഞ്ചിങ്. Archaic humans used to eat flesh of dead animals or those which had been killed by other animals. മറ്റേതെങ്കിലും മൃഗങ്ങൾ കൊന്നതോ അല്ലെങ്കിൽ കാലാതീതമായി മരിച്ചുപോയ മൃഗങ്ങളുടെയോ മാംസം ഭക്ഷിക്കുന്നതിനെയാണ് നമ്മൾ സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫുഡ് ഹാബിറ്റും ഉണ്ടായിരുന്നു. പിന്നത്തെ ഫിഷിംഗ്. അപ്പോൾ ഫിഷിങ്ങിൻ്റെ എവിഡൻസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഫിഷ് ബോൺസ് ആണ്. മീനിൻ്റെ മുള്ളുകൾ നമുക്ക് കുറേ രീതിയിൽ കുക്ക്ഡായിട്ടും
അല്ലാതെയും എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഫിഷിങ്ങിൻ്റെ എവിഡൻസസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഷിംഗ് അത് ഒരു ഫുഡ് ഹാബിറ്റ് ആയിരുന്നു എന്ന് നമുക്ക്, ആർക്കിക് ഹ്യൂമൻസിൻ്റെ ഒരു ഫുഡ് ഹാബിറ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അവസാനത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഹണ്ടിങ്. വേട്ടയാടി മൃഗങ്ങളെ പിടിച്ച് ഭക്ഷിക്കുക. അപ്പോൾ 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഹണ്ടിങ് പ്ലാൻഡ് രീതിയിൽ, നല്ല കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി ഹണ്ടിങ് നടത്തിയിരുന്നത് എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള എവിഡൻസസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ ആ ഒരു പ്ലാൻഡ് ഹണ്ടിങ്ങിൻ്റെ എവിഡൻസസ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 സൈറ്റുകളിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ബോക്സ് ഗ്രൂവ് ഇൻ സദേൺ ഇംഗ്ലണ്ട്. 5 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പ്ലാന്റ് ഹണ്ടിങ് നടന്നതിൻ്റെ എവിഡൻസ് നമുക്ക് ബോക്സ് ഗ്രൂവ് സദേൺ ഇംഗ്ലണ്ടിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇനി 4 ലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള പ്ലാന്റ് ഹണ്ടിങ്ങിൻ്റെ എവിഡൻസ് നമുക്ക് സ്കോണിജൻ ഇൻ ജർമ്മനിയിലെ സ്കോണിജൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 2 സ്ഥലങ്ങൾ കൂടാതെ വേറെ പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് എവിഡൻസസ് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഡോൾനി വെസ്റ്റോണിസ് ഇൻ ഷേക്ക് റിപ്പബ്ലിക്കിലുള്ളത് ഡോൾനി വെസ്റ്റോണിസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് പ്ലാന്റ് ഹണ്ടിങ്ങിൻ്റെ എവിഡൻസസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അസൈൻമെൻറ്റിലേക്ക് കടക്കാം. സോ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു അസൈൻമെൻറ്റിൽ തന്നിട്ടുണ്ടായിരുന്നത്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഇഷ്യൂ ഓൺ ദ പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് മോഡേൺ ഹ്യൂമൻസിൻ്റെ പ്ലേസ് ഓഫ് ഒറിജിനെ കുറിച്ചിട്ടുള്ളൊരു ഇഷ്യൂ, അല്ലെങ്കിൽ 2 വ്യൂസ്, 2 കോൺഫ്ലിക്റ്റിംഗ് വ്യൂസ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ 2 വ്യൂസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ആദ്യം റീപ്ലേസ്മെൻറ്റ് മോഡൽ. ദ റീപ്ലേസ്മെൻറ്റ് മോഡൽ വിഷ്വലൈസസ് ദ കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് everywhere of older forms of human with modern humans. In support of this view is the evidence of genetic and anatomical homogeneity of modern humans. Those who suggest this argue that enormous similarity among modern humans is due to descent from a population that originated in a single region, which is Africa. Scholars who hold this view suggest that physical differences observed today among modern humans are the result of adaptation by population who migrated to particular regions when they finally settled down. ഇനി രണ്ടാമത്തേത് regional continuity model. The archaic Homo sapiens in different regions gradually evolved at different rates into modern humans, and hence the variation in first appearance of modern humans in different parts of the world. The argument is based on the regional differences in features of present-day humans. According to those who advocate this view, these dissimilarities are due to the differences between the pre-existing Homo erectus and Homo heidelbergensis population that occupied the same region. അപ്പോൾ ഈ 2 പാരഗ്രാഫ്സ് ആണ് നിങ്ങൾ അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റീപ്ലേസ്മെൻറ്റ് മോഡൽ, റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ രണ്ടും ഒരു ഹെഡിങ് കൊടുത്ത് പോയിന്റ് വൈസ് ആക്കിയിട്ട് എഴുതാം. ഞാനിവിടെ ഒരു പാരഗ്രാഫ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൗ ഡിഡ് ഏർലി ഹ്യൂമൻസ് ഒബ്റ്റെയിൻ ഫുഡ്? അപ്പോൾ പണ്ട് കാലങ്ങളിൽ മനുഷ്യൻ എങ്ങനെയാണ് ഫുഡ് ഒബ്റ്റെയിൻ ചെയ്തിരുന്നത്, ഭക്ഷണം ഒബ്റ്റെയിൻ ചെയ്തിരുന്നത് എന്നാണ് നമ്മളിവിടെ ആൻസർ എഴുതേണ്ടത്. Early humans would have obtained food through a number of ways such as gathering, hunting, scavenging, and fishing. Gathering would involve collecting plant foods such as seeds, nuts, berries, fruits, and tubers. That gathering was practiced is generally assumed rather than conclusively established, as there was very little direct evidence for it. While we get a fair amount of fossil bones, fossilized plant remains are relatively rare. The only other way of getting information about plant intake would be if plant remains are accidentally burned. This process results in carbonization. In this form, organic matter is preserved for a long span of time. However, so far archaeologists have not found much evidence of carbonized seeds for this very early period. In recent years, the term hunting has been under discussion by scholars. Increasingly, it has been suggested that early hominids scavenged or foraged for meat and marrow from the carcasses of animals that died naturally or had been killed by other predators. It is equally possible that small mammals such as rodents, birds, reptiles, and even insects were eaten by early hominids. Hunting probably began about 5 lakh years ago. The earliest clear evidence for deliberate and planned hunting and butchery of large mammals come from 2 sites, Box Grove in southern England and Schöningen in Germany. Fishing was also important
as is evident from the discovery of fish bones at different sites. From about 35,000 years ago, there is evidence of plant hunting from some European sites. Some sites such as Dolny Westonis, which was near a river, seem to have been deliberately chosen by early people. Herds of migratory animals such as reindeer and horse probably crossed the river during their autumn and spring migrations were killed on a large scale. Choice of such sites indicates that people knew about the movement of these animals and also about the means of killing large number of animals quickly. ഈ ഒരു ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മളൊരു എക്സ്ട്രാ പോയിൻറ്റും കൂടി എഴുതിയിട്ടുണ്ട്. എപ്പോഴും ഏർലി ആർക്കൈക് ഹ്യൂമൻസ് എല്ലാം ഒരു റിവർ സൈഡായിരിക്കും എപ്പോഴും ഡെലിബറേറ്റ്ലി ചൂസ് ചെയ്യുന്നത്. കാരണം മൈഗ്രേറ്ററി ആനിമൽസ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ക്ലൈമറ്റ് ചേഞ്ച്, സീസൺസിൻ്റെ ചേഞ്ച് അനുസരിച്ച് ആനിമൽസ് മൈഗ്രേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും ഒരു റിവർ ക്രോസിംഗ് വരുന്നുണ്ടാവും. ആ റിവർ ക്രോസിങ്ങിൻ്റെ സമയത്ത് റെയിൻഡിയേഴ്സ്, ഹോഴ്സ് പോലുള്ള ആനിമൽസ് എല്ലാം ഈ റിവർ ക്രോസ് ചെയ്യാൻ വരുമ്പോൾ ഈ ആനിമൽസിനെ ഹണ്ട് ചെയ്ത് ആർക്കൈക് ഹ്യൂമൻസ് ഭക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ആനിമൽസിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് നല്ല രീതിയിൽ ഇവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത്രയും ലാർജ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനെ, ലാർജ് നമ്പർ ഓഫ് ആനിമൽസിനെ എങ്ങനെയാണ് ഒരുമിച്ച് കില്ല് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരുമിച്ച് ഹണ്ട് ചെയ്യേണ്ടത്, അതിനുള്ള മീൻസും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഒബ്സർവേഷനാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നോട്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് ദ നോട്ടിഫിക്കേഷൻ ബെൽ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.